ഇവിടെ തന്നെ ഇതിക്ക് പക്കത്തിലോ കൈയെടുത്തിട്ട് വട്ടം കെട്ടി ആൾക്കാരോ എതിർക്കളക്കാരാ മനുഷ്യങ്ങളെ സന്തോഷമായി എവിടെ തന്നെ ഇരിക്കണമെങ്കിലോ സന്തോഷമായി വട്ടം കെട്ടിരിക്കുന്നതായ ആൾക്കാരോ കേവൻ തന്നെ അനേകം മൊഴിയെ കൊണ്ട് ശോഭിത വരുത്തുന്ന അതിരിമാരെ മുപ്പത്തകമ്പടി അരിച്ചേരകമ്പടി മേലത്തകമ്പടി അടുക്കാത്തകമ്പടി വെട്ടൂരകമ്പടി സമ്പ്രായത്തിൽ ഓടത്തകമ്പടി കമ്പടി ചേവിരകമ്പടി ചേവിരണവൾ ഉണ്ടാത്തകമ്പടി അടിയിലെത്തണവൾ തന്നെ എന്നെ വിളിച്ചില്ല എൻ പേര് ജനീരാതെ കരുതാതെ ഉരാമാരെ ഒത്താവിട്ടാമേ കടക്കേ വരാവേ കല്ലോട്ട് കണ്ടോത്ത് കാപ്പാട് ആറ് ശരിയാതെ അങ്ങനെ 6 ഇരുപത്തി ഊരാമാരോട് തന്നെ 9 നഗര് 9 ഭർത്താക്കന്മാരെ ആന്തരനായന്മാരെ വിശ്വകർമാരെ 70 ആളോ മാണായി നഗരെ 2 കൂട്ടം കല്യാണിമാരോടും 3 പുത്രന്മാരെ പൈതങ്ങളെ എന്നെ കാണുവാനും കേൾപ്പാനും വന്നിരിക്കുന്ന മഹാലോകരോടും വെട്ടിലത്തോട് വാമന രാജാ പൗരാസ രാമചന്ദ്രൻ ഇവരോടും അസ്തമാനമുള്ള ഭാവി കലാകാരന്മാരെ കവിയെല്ലാം ചങ്ങാതി പറഞ്ഞിട്ടുള്ള ഭാവന അല്ലേ അല്പത പറഞ്ഞ് അല്ലേ രാജാ ഒഴിഞ്ഞ കുഴികളിലെ ചങ്ങാതി പറഞ്ഞിട്ട് അല്ലേ കൃഷ ഇതിൽക്കിടക്കരോ അന്ന് എതിർത്ത് തോറ്റം കഴിഞ്ഞു ഇടം കയറി കഴിച്ചുകൊണ്ടേറിയ വിശേഷത്തിൽ മലനാട്ടിൽ നിന്നവർ കൈവർത്തുന്ന കൈയെടുത്തു അല്ലെ വയനാട്ടുകോട്ടം ഭേദമായിട്ട് നിങ്ങൾ വന്ന കാര്യത്തെ അറിഞ്ഞുവന്റെ തീയഞ്ചേരില്ലത്ത ഹബടി നരിയൻ കോര പണിക്കറ എന്ന വചന മുരിയാട്ടു അന്ന് ഞാൻ നിലമുണ്ടെങ്കിൽ നനവോടെ കാര്യം സാധിപ്പിച്ചു തരുമേ അന്ന് ചങ്ങാതി ചൂട്ടക്കയ്യാലെ ഒന്ന് ഊരി കുപ്പായത്തിൽ വെച്ച് കൊടുത്തു കമലാസ അല്ലേ സത്യ അന്ന് ചൂട്ട് ചങ്ങാതിക്ക് എനിക്ക് പ്രധാനമെന്ന അവസ്ഥ കൽപ്പിച്ചു അന്ന് 3 ദിവസം നടന്നാൽ എത്താത്തതായ പെരുവഴിയെല്ലാം 3.25 നാഴിക കൊണ്ട് മാറിപ്പറന്ന് ആന്തൂറടി മണിമാട് ശേഷി വിട്ടില്ല അത് ആന്തൂറടിയും കുന്നൂരും മാതമംഗലവ് എതിരിയവും 5-2 7 സാർ മാലിക 5-2 7 സാറും ശേഷിപ്പെടുത്താൻ അതിനാധാരം തിമിരിക്കലാടിയോ തിരുവനന്തപുരമതിയോ മീൻകുളത്ത് കൃഷ്ണനോ അല്ലെ കയ്യാധാരമായി വാമന വരദ കുമാര രവി ബാല സുരി തന്നെ കയ്യാധാരമായി 7ാമത് വെള്ളാരമാടും ഭേദമായി ശേഷി കുട്ടികളോ അല്ലെ വാമന 8ാമത് കെട്ടുനാട്ടിൽ പ്രധാനം നാടുവാഴുന്ന ഉടയവരെ ഇങ്ങനെയുള്ളൊരു ദൈവം വയനാട് ഉപേക്ഷിച്ച് മലനാട്ടേക്ക് പോന്ന് കൈയെടുത്തിട്ട് അല്ലേ വെറുതെ അല്ലെ വയനാട്ടേക്ക് പോയി കൈയെടുത്തിട്ട് വിശ്വസിപ്പാന്നല്ലൊരു പരദേവത എന്റെ വളഭക്ഷണത്തിക്കോട്ടയെ പന്തമരവും ഭേദമായി അന്ന് പന്തമരം വളഭക്ഷണത്തിക്കോട്ടയെ ഭണ്ഡാരവും ഭേദമായി ഞാൻ ആരെന്നും കോമരമില്ല ദൈവമോ കനലാടിയില്ല ദൈവമോ കോമരമില്ലെങ്കിലോ കോട്ടവാദിക്കൽ തണ്ടാൽ കോമരമില്ലെങ്കിൽ കോട്ടവാദിക്കൽ തണ്ടാൽ കനലാടി ഇല്ലെങ്കിലോ കാരണം കനലാടി ഇല്ലെങ്കിൽ അന്ന് തിമിരിക്കലാടിയെ വരുത്തി അന്ന് പന്തമരത്തിന് കീഴിൽ ചെത്തിക്കോരി പതിയും തീർത്തു എന്നോ ഉച്ചക്കത്തെ കഞ്ഞിയംശം നേരത്തെ ഉച്ചപാത്രം തെളിഞ്ഞു നിന്നു ഞാനും ചങ്ങാതിയും കൈയെടുക്കുന്ന കാലത്ത് എന്നാന്ന് കോർത്ത് തന്നത് വാമന അല്ലേ അന്ന് പന്തമരത്തിന് കീഴ് അന്ന് ആ ചെത്തിക്കോരി പതിയും തീർത്തു അതിനകത്ത് ചള്ളയും കുറിച്ചു തലയോ കോർത്ത് തന്നല്ലോ അല്ലേ കൃഷ്ണ നെട്ടൂർ അഹമ്മടി ആ ചള്ളയും കുറിച്ചു രാജാ ആ ചള്ളയും കുറിച്ചു തലയോ അനുഭവിക്കുന്ന ദേവനല്ല ഞാനും ചങ്ങാതിയോ അത്ര ഉചിതമുള്ള ദേവനെങ്കിൽ അത്ര ഉചിതമുള്ള ദേവനെങ്കിൽ അന്ന് അന്തിക്കത്തെ അത്താഴം നേരത്ത് പച്ചിറച്ചിയും വടക്കേ വാതിലുമായി അനുഭവിച്ചു പോരണം എന്ന അവസ്ഥ ഉണ്ടായി അന്ന് എന്തിരിയാ പൂജാരി വിളിച്ചപ്പെടാ ഇടയ്ക്കില് അന്ന് അന്തിക്കത്തെ അത്താഴം നേരത്ത്
പച്ചിറച്ചി വടക്കേ പാതിരമായി അനുഭവിച്ചു പോരണം എന്ന അവസ്ഥയുണ്ടായി. അന്ന് എവിടെയാണ് കൈയെടുത്തത് അവനാ ഇനി മലിക അന്ന് ചാലാട്ട് കടപ്പുറം ഭേദമായി കൈയെടുത്തു. വൻപനാകുന്ന പന്നിയെയും നരിയെയും ഇളക്കിപ്പിച്ചു. അന്ന് പത്രമടിക്കൽ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് KL 60V2736 നെക്സൺ ആ ചള്ളയും കുറിച്ചു തലയും അനുഭവിക്കുന്ന ദേവനല്ലാന്ന് ചാലാട്ട് കടപ്പുറം ഭേദമായിട്ട് അന്ന് വൻപനാകുന്ന പന്നിയെയോ നരിയെയും ഇളക്കിപ്പിച്ചു. വട്ടറവടിക്കൽ പാക്കനാർ മുട്ടൻകിണറ്റിൽ തുള്ളിപ്പിച്ചു. ആരെ കൊണ്ട് അതിന്റെ അഭിമാനം പറയിക്കുവാൻ എന്ന അവസ്ഥയുണ്ടായില്ലേ പറയുകാരൻ. അന്ന് ചെങ്ങിന് മുരുക്കഞ്ചേരി ചോടയ മുണ്ടയാളൻ മാവില മരുതിയാളൻ അങ്ങനെ ഏഴില്ലത്തെ അകമ്പടിമാരെ കണ്ടു ഞാൻ. കൂട്ടത്തലക്ക് ഞാനും ചങ്ങാതിയും എടുത്തു വന്നു. അതോ രാജാ അന്ന് അകമ്പടിമാരെ കണ്ടു ഞാൻ. കൂട്ടത്തലക്ക് ഞാനും ചങ്ങാതിയോ അന്ന് ചെങ്ങിന് മുരുക്കഞ്ചേരി അകമ്പടിയെ കൊണ്ട് ചെവിട്ടക്കൊണ്ട് വെടി വെപ്പിച്ചല്ലോ. ആര് ചെങ്ങിന് മുരുക്കഞ്ചേരി അകമ്പടി ചേവി രഹമ്പടി ആണല്ലോ അല്ലേ? അന്ന് ചേവി ഉണ്ടോ? ഇല്ല. അന്ന് ചേവി രഹമ്പടിയെ കൊണ്ട് ചെവിട്ടക്കൊണ്ട് വെടിയും വെപ്പിച്ചു. ഉടനെ എടുപ്പിച്ചു. വളഭക്ഷണത്തെ കോട്ടയിൽ പന്തമരവും ഭേദമായി തൂക്കിച്ചു. അന്ന് ഉച്ചക്കത്തെ കഞ്ഞി അംശ നേരത്ത് പറഞ്ഞൊരവസ്ഥ എനിക്ക് പാതിര കടപ്പുറം ഒത്ത കണക്കെയോ ചേർന്ന കണക്കെയോ രാഘവ ഇരിക്കണെങ്കിലോ ചേർന്ന കണക്കെയും ആയില്ലേ നാടുവാഴുന്ന ഉടയവര് എനിക്ക് ഒത്തതായെന്നും മീതെന്നും മുക്കോല വഴിക്കെന്നും നടുമുറ്റത്തെന്നും കയ്യേറ്റ് പോരണമെന്ന അവസ്ഥ കരുതി അന്ന് വിളങ്ങിയ മുഴകൽ കടന്ന് ചാലത്തൂര് പിടിച്ച് ഉതിരപ്പുറത്തെങ്ങോ ഉടക്കോള മതവും തായ്പര ദേവതയോ വടക്കം കിട്ടി മൂവരെയോ തിരുവള്ളം വിശ്വസിച്ചു കണ്ടു. അതുകൊണ്ടും കയറ്റിലും മുണ്ടപ്പുറത്തും കൈയെടുത്തു. അല്ലെ ഭവന അനേക സ്ഥലങ്ങളെല്ലാം വഴക്കം ചെയ്തിനല്ലേ ഭവന എല്ലാം പറയാൻ നിന്നാലും അല്ലേ കാരണനെ അല്ലെ ഇപ്പൊ തന്നെ കാലം വൈകിയല്ലേ ഇരിക്കണല്ലേ കവരാസ ചങ്ങാതി പറയട്ടല്ലേ അല്ലേ അത് പ്രകാരം അല്ലെ രാജാ പോരെ ഇരിക്കണെങ്കിലോ എല്ലാം ചങ്ങാതി പറയട്ടെ. ചങ്ങാതിക്ക് അടിഭാവം കൊടുക്കാം അല്ലേ ഇരിക്കണെങ്കിലോ കാലതാമസം വന്നിരിക്കുന്നതായ ഈശ്വര കൂടാതെ തക്കവണ്ണോ ചങ്ങാതി എല്ലാം ഒഴിഞ്ഞ പൊഴിയൊക്കെ ചങ്ങാതി നികത്തട്ടെ അല്ലേ അത് പ്രകാരത്തിക്ക് അവിടെ ഞാൻ ഭൂമി കുഴിഞ്ഞ ദിക്കിങ്ങിലൊക്കെ അല്ലേ ഭവന സമുദ്രം നിലനിന്ന പ്രകാരത്തിക്ക് അല്ലേ പരന്ന വെള്ളം പോലെയും പടർന്ന വള്ളി പോലെയോ അവിടെ നില ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഭവന ഇരിക്കണെങ്കിലോ കർമ്മങ്ങൾ ചെയ്തു നല്ല വേണോ കർമ്മം പിഴക്കാതൊക്കെ വേണോ എന്നും ഞാൻ ചങ്ങാതി വിട്ട് സാക്ഷിയായിട്ട് ഇപ്പത്തേക്ക് അല്ലേ അവിടെ നിലയുറപ്പിച്ചു. അങ്ങനെ ഉദയത്തക്കഞ്ഞി മുരുക്കഞ്ചേരി ഉച്ചക്കത്തക്കഞ്ഞി കോളിക്കര അത്തിയുറക്കാന്നുള്ളു ഞാൻ കോട്ടപ്പാറ അല്ലേ അവനെ അത്തിയുറക്ക് കോട്ടപ്പാറ അസ്ഥല ഉപേദമായിട്ട് ഞാൻ കോട്ടപ്പാറ കുഞ്ഞിക്കോരനെ കൂടെ കൂട്ടിയല്ലോ അല്ലേ അവനാ അന്നാണല്ലോ അല്ലേ കോട്ടപ്പാറ കുഞ്ഞിക്കോരനെ ഞാൻ കൂടെ കൂട്ടി ഇരിക്കണെങ്കിലോ എല്ലാം പറയാൻ തക്കവണോ അല്ലെ കാലവും നേരവും അല്ലേ ഉണ്ടാവട്ടെ ആ ദിക്കിൽ ആയിരിക്കട്ടെ അല്ലേ തിരക്കാണല്ലോ ചെങ്ങാതി കിട്ടി എല്ലാം ചെങ്ങാതി പറയട്ടെ ഇപ്പത്തേക്ക് നിങ്ങളെ കണ്ടാൽ എനക്കും തികയുന്നല്ല അല്ലേ കാരണം എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തികയുന്നല്ല രണ്ടവസ്ഥയാണല്ലോ അല്ലേ ഉദിച്ചിരിക്കുന്നതായ സൂര്യൻ ഉച്ചയിൽ തന്നെ സ്ഥിതി ചെയ്താൽ ലോകം നിലനിൽക്കുന്നല്ല അല്ലെ പിരിയല്ലോൺ അല്ലെ കിഴക്കുദിക്കണം പടിഞ്ഞാറ് അസ്തമിക്കണം അങ്ങനെയാണല്ലോ അല്ലേ വാമനാ അല്ലേ ഇരിക്കണെങ്കിലോ ഇപ്പത്തേക്ക് ഞാൻ അടക്കിക്കണ്ട് വെക്കട്ടോ അവനാ ഇനി ഈ നാലുതോരണമാകുന്ന പന്തിക്കകത്തെ എൻ്റെ കുഞ്ഞുവളപ്പ് നിറവാട് ആധാരമായിട്ട് ഏതൊരു കാലം ഏതൊരു ദിവസം ഏതൊരു ആഴ്ച ഒരുവനാൾ നിശ്ചയിച്ചാൽ അറിഞ്ഞുകൂടാത്തതായ കാലങ്ങളാണ് നേരങ്ങളാണല്ലേ കാരണവനെ ഇരിക്കണെങ്കിലും നിങ്ങൾ കൊതിക്കുന്ന കാലത്തായിരിക്കട്ടെ ഇപ്പത്തേക്ക് ഞാൻ നിങ്ങളുടെ കൈ പകർച്ചയായി തന്നിരിക്കുന്ന പച്ചരി എൻ്റെതായ തിരുമുടിക്ക് അർച്ചന ചെയ്യാറായിരിക്കട്ടെ. ഓ നമശിവായ കണ്ണാ ആയിരിക്കട്ടെ ഇപ്പത്തേക്ക് ഓ നമശിവായ എന്നിരിക്കുന്ന പഞ്ചാക്ഷര മന്ത്രം കഴിച്ചോ എന്നാൽ ഞാൻ